ഇനി നമ്മൾ നല്ല ശർക്കരയിൽ വിളയിച്ചിട്ട് ഗോതമ്പ് മാവിൽ അടിപൊളി അട ഉണ്ടാക്കി കാണിച്ചത്. ഗോതമ്പിലാണ് അത് ഉണ്ടാക്കണത്. ഗോതമ്പിലുണ്ടാക്കണം. അപ്പൊ അത് കാരണം കുഴക്കാൻ കുറച്ച് ടൈറ്റ് ഉണ്ടാവും. നമ്മള് ചപ്പാത്തിക്ക് പൊറോട്ടക്കൊക്കെ മാവ് അടിപൊളി കുഴക്കമുണ്ടാവും. നന്നായി കുഴഞ്ഞ് നല്ല സെറ്റായി വരണം. അപ്പൊ നമുക്ക് നമ്മളെ വാഴ ഇല വിരിക്കാം. നല്ല അടിപൊളി ഇല ഇട്ടാ നമ്മള് ഇതുപോലെ ബോൾ എടുക്കാം. അടാ ബോളാക്കിയിട്ട് നന്നായി ബോളാക്കിയിട്ട് ഇത് ഇടുക. എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് വെള്ളം വെക്കുക. അങ്ങനെ കിടക്കണം. വെള്ളം തൊടുക. നല്ല രസമായിട്ട് ഇങ്ങനെ അല്ല സൂപ്പറായിട്ട് ഇങ്ങനെ പരത്തെടുക്കുക കൈ കൊണ്ടിട്ടാ. നമ്മളെ അടവടെ പരത്തി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇടാൻ പോകുന്നതാണ് നമ്മളിപ്പോ ഉണ്ടാക്കിയ ശർക്കര വിളയിച്ചത്. നമ്മൾ ഇട്ടിട്ടുള്ളത് കുറച്ച് ഏലക്കായ, തരി ജീരകം, തേങ്ങ, ശർക്കര ഇട്ട് വിളയിച്ചിട്ട് ശർക്കരയുടെ വെള്ളം വറ്റാൻ എടുക്കണം. അതിൽ ഇതേപോലെ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടി കഴിഞ്ഞാല് അതിൽ ഒരു സ്പൂണ് നമ്മളെ പരത്തിയ അടയിലേക്ക് ഇടുക. ഓക്കെ. എന്നിട്ട് ഇനി നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്യാം. ജസ്റ്റ് കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യാട്ടോ. ഒന്ന് നമുക്ക് ചട്ടിയിൽ ചുടും ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കും. രണ്ടും അടിപൊളിയാണ്. അപ്പൊ നമുക്ക് ഇനി കഴിക്കുമ്പോൾ കാണാം. ഓക്കെ. ശരിക്കും നമ്മൾ ചട്ടിയിലിട്ട് ചുട്ടെടുക്കണ്ടോ. അവിടെ നമ്മളടുത്ത് ചട്ടി ഇല്ല, അതുകൊണ്ട് നമ്മൾ നോൺ സ്റ്റിക് പാനിലിട്ട് ചുട്ടെടുക്കണ്ട. അപ്പൊ നമ്മുടെ അട ഓൾമോസ്റ്റ് എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടാ. അപ്പൊ നമുക്ക് നമ്മളെ ഗോതമ്പ് ഉണ്ടാക്കി അട ആയിക്കട്ടാ. ഇതാണ് നമ്മളട. അട ഇലൊക്കെ മാറ്റുക, എന്നിട്ട് എടുക്കുക. ഇത് വെറുതെ ഇങ്ങനെ കൊണ്ട് കഴിക്കുകയും ചെയ്യാം. ഇല്ല, അടിപൊളിയാണ്. ഇനി നമ്മളെ വീട്ടില് എനിക്ക് വലിയ ഇഷ്ടമല്ല, എന്നാലും മക്കൾക്കൊക്കെ തേങ്ങാപ്പാൽ വെക്കും. ഇങ്ങനെ അവിടെ മേലെ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടല്ലോ. എന്താ വേണാ ഞാൻ പിടിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഐറ്റാണ് കേട്ടോ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മൾ വീണ്ടും വരും അടുത്ത റെസിപ്പിയുമായിട്ട്. അതുവരെക്കും മാസ്സലാം.